Hi everyone, welcome back to our YouTube channel Let's Smile PSC. നമ്മുടെ 30 days English master classന്റെ 13th day class ആണ് ഇന്ന്. നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് വോയിസ്? വാട്ട് ഈസ് വോയിസ് ഇൻ ഗ്രാമർ? വോയിസ് ഷോസ് ഹൂ ഈസ് ഡൂയിങ് ഓർ റിസീവിങ് ദ ആക്ഷൻ. ഓക്കെ, ഇപ്പോൾ വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ആ ഒരു പെർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ആ പെർട്ടിക്കുലർ ആക്ഷൻ്റെ ഫലം റിസീവ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ വോയിസ് എന്ന് പറയുന്നത്. അതായത് അത് നമ്മൾ രണ്ട് വോയിസ് ആണ് ഇംഗ്ലീഷിലുള്ളത്, ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. എന്താണ് ആക്റ്റീവ് വോയിസ്? ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഡസ് ദ ആക്ഷൻ. ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് സബ്ജക്റ്റ് ആണ്. അങ്ങനെയുള്ളവയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ദ ഡോഗ് ചേസ്ഡ് ദ ക്യാറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? ഡോഗ് ആണ് അല്ലേ. അപ്പം ഡോഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് ആക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ നമ്മൾ പാസീവ് വോയിസിലേക്ക് വരുമ്പം അവിടെ സബ്ജക്ട് റിസീവ്സ് ദ ആക്ഷൻ. എന്നാൽ അത് നമ്മൾ പാസീവ് വോയിസിലേക്ക് ആകുന്ന സമയത്ത് അവിടെ സബ്ജക്ട് റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ദ ക്യാറ്റ് വാസ് ചേസ്ഡ് ബൈ ദ ഡോഗ് എന്നുള്ളത്. ഓക്കെ, അവിടെ നമുക്കറിയാം ദ ക്യാറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്ട്. പക്ഷെ അവിടെ ക്യാറ്റ് ആണോ ചേസ് ചെയ്യുന്നത്? അല്ല, ഡോഗ് ആണ്. ആ ഡോഗ് ചേസ് ചെയ്യുന്നത് ആരെയാണ്? ആ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആരാണ്? ക്യാറ്റ്. അപ്പം പാസീവ് വോയിസിൽ നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും എന്ത്? ആ ഒരു പെർട്ടിക്കുലർ ആക്ഷനെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആക്റ്റീവ് വോയിസിന്റെയും പാസീവ് വോയിസിന്റെയും സ്ട്രക്ചർ ഒരു ജസ്റ്റ് ഒരു ഏറ്റവും ഫോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ആക്റ്റീവ് വോയിസ് സെന്റൻസുകൾ ഉണ്ടാവും അല്ലെ. നമ്മൾ സാധാരണയുള്ള എല്ലാ സെന്റൻസുകളും നമ്മൾ ആക്റ്റീവ് സെന്റൻസുകളാണെങ്കിൽ, ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസുകളാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോമിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ പാസീവ് വോയിസിലേക്ക് വരുമ്പം അവിടെ ഒബ്ജക്റ്റ് പ്ലസ് ബി എന്ന് പറയുന്നത് നമ്മുടെ ബിയുടെ ഫോമുകളുണ്ട്. ഈസ്, ആം, ആർ, വാസ്, വേർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്താ പറയാ ബി ഫോമുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിയുടെ ഫോമുകളിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. അതുപോലെ തന്നെ V3 ആണ് ഉണ്ടാവുക. ഓക്കെ, V1 V2 അല്ല ഉണ്ടാവുക. പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും V3 ആണ് ഉപയോഗിക്കുക. അതിന്റെ കൂടുതൽ തന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, അതിനുശേഷം ബൈയും സബ്ജക്റ്റും ഉണ്ടാവും അല്ലെ. നമ്മൾ സാധാരണ ഒരു എപ്പിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് രാമ കിൽഡ് രാവണ എന്നുള്ളതിനെ എന്ത് ചെയ്യും? രാവണ വാസ് കിൽഡ് ബൈ രാമ എന്നാക്കുന്നത്. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ സാധാരണയായിട്ട് എല്ലാവർക്കും നമ്മൾ പാസീവ് ടെൻസ് വോയിസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് രാമനും രാവണന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു സെന്റൻസിനെ, ഒരു ആക്റ്റീവ് സെന്റൻസിനെ അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വി ഹാവ് ടു ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റ് ഇൻ ദ ആക്റ്റീവ് സെന്റൻസ്. അപ്പോൾ ഒന്നാമത് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഐഡന്റിഫൈ. നമ്മൾ ആ ഒരു സെന്റൻസിലുള്ള ഒബ്ജക്റ്റ് ഏതാണ് എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ഈ ഒബ്ജക്റ്റിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കണം. സോ മേക്ക് ദ ഒബ്ജക്റ്റ് സബ്ജക്റ്റ്. അതായത് ഏറ്റവും ലാസ്റ്റുള്ള നമ്മുടെ ആക്റ്റീവ് സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആരാണോ ഒരു ആക്ഷൻ റിസീവ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, ആ ഒബ്ജക്റ്റ് നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ സബ്ജക്റ്റ്, അതായത് നമ്മുടെ സെന്റൻസിന്റെ ഫസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരണം. അതിനുശേഷം യൂസ് കറക്റ്റ് ഫോം ഓഫ് ബി. നമ്മുടെ ടെൻസിനനുസരിച്ച്, നമ്മൾ ആക്റ്റീവ് വോയിസിലുള്ള ടെൻസിനനുസരിച്ച് നമ്മൾ ബിയുടെ ഫോമുകൾ നമ്മൾ കറക്റ്റ് ഫോം ഏതാണെന്ന് കാണാൻ മനസ്സിലാക്കി അത് യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വെർബ് കണ്ടെത്തിയതിനു ശേഷം അതിന്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്കവിടെ കൃത്യമായിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതുക. അത് ഓപ്ഷനിലാണ് കേട്ടോ. ചില സെന്റൻസുകൾ നമുക്ക് ഈ ബൈ പ്ലസ് സബ്ജക്റ്റ് എഴുതാതെയുള്ള സെന്റൻസുകൾ നമ്മൾ പാസീവ് വോയിസിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ ഓക്കെ അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു സിമ്പിൾ പ്രസന്റ് സെന്റൻസ് ആയിട്ടുള്ള രാമു ക്ലീൻസ് ദ റൂം എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് വോയിസ് ആണ്. എന്തുകൊണ്ടാണ് ഒരു ആക്റ്റീവ് വോയിസ് ആണെന്ന് പറയാൻ കാരണം? ഇവിടെ രാമു ആണ് സബ്ജക്റ്റ്, അതുപോലെ തന്നെ റൂമാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അവിടെ ആരാ വർക്ക് ചെയ്യുന്നത്? ആ ഒരു ആക്ഷൻ ചെയ്യുന്ന ആളാരാ? രാമു ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അതൊരു ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണ്. ഓക്കെ, അത് നമ്മൾ തിരിച്ചു വരുമ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം ദ റൂം എന്നുള്ളതാണ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി. അത് സെന്റൻസിന്റെ, നമ്മൾ പാസീവ് വോയിസ് സെന്റൻസിന്റെ സബ്ജക്റ്റ് ആക്കി മാറ്റണം, ദ റൂം എന്നുള്ളതാക്കി. ഇനി നമ്മൾ നമ്മുടെ ഇവിടെ ഈസോ വാസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ക്ലീൻസ് എന്ന് പറയുന്ന വെർബ് നമ്മൾ എടുക്കുക.
ഓക്കെ, ക്ലീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെർബ് നമ്മൾ എടുക്കുന്നത് ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് അറിയാം. അപ്പൊ നമുക്കറിയാം അവിടെ വേണ്ടത് ഈസ് ആണെന്നുള്ളത്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആകുമ്പോൾ നമ്മൾ അതിൽ ചേർക്കുന്ന ബി ഫോം ഈസോ ആറോ ആമോ ഒക്കെയാണ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് രാമു സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസ് ആണെന്ന് അറിയാം. അങ്ങനെ ദ റൂം ഈസ് എന്നായി. ദെൻ നമ്മൾ അതിന് എന്തിലേക്ക് മാറ്റുകയാണ്? V3യിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ വെർബിനെ, ക്ലീൻസ് എന്ന് പറഞ്ഞ വെർബിനെ നമ്മൾ V3 ഫോമിലേക്ക് ക്ലീൻഡ് എന്നാക്കുകയാണ്. ബൈ രാമു, ബൈ എഴുതിയതിനു ശേഷം നമ്മുടെ സബ്ജക്റ്റിന് ഫസ്റ്റ് സെന്റൻസിലുള്ള സബ്ജക്റ്റിന് നമ്മൾ എഴുതുകയാണ്. അങ്ങനെയാണ് ദ റൂം ഈസ് ക്ലീൻഡ് ബൈ രാമു. ഓക്കെ, നമ്മളത് സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണെന്ന് വിചാരിച്ചോ. ഷീ റോട്ട് എ ലെറ്റർ എന്നുള്ളത് ഒരു സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ അവിടെ അറിയാം, അവിടെ ഷീ ആയതുകൊണ്ട് നമുക്ക് വാസ്, അല്ലെങ്കിൽ ലെറ്റർ ആയതുകൊണ്ട് നമുക്ക് വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. സിംഗുലർ ആണല്ലോ ലെറ്റർ. ഓക്കെ, അപ്പം എ ലെറ്റർ നമ്മൾ ആദ്യം അത് സബ്ജക്റ്റ് കണ്ടുപിടിച്ചു, ഒബ്ജക്റ്റ് കണ്ടുപിടിച്ചത് സബ്ജക്റ്റ് ആക്കി എ ലെറ്റർ. ദെൻ ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ വാസ് ചേർത്തു. ദെൻ V3 ഫോം ഓഫ് റോട്ട് ഈസ് റിട്ടേൺ. ദെൻ ബൈ പ്ലസ് ഷീ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? ഷീ എന്നുള്ളതിന് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഹെർ എന്നാക്കണം. അപ്പോൾ എങ്ങനെയായി? എ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹെർ. ഇനി നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ബീയിങ് ആണ് ചേർക്കേണ്ടത്. ബിയുടെ ഫോം ആയിട്ട് കണ്ടിന്യൂസ് ടെൻസിൽ വരുന്നത് ബീയിങ് ആണ്. ഓക്കെ, അപ്പം ദേ ആർ വാച്ചിങ് മൂവി എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു ING ഫോമിലുള്ളതാണ് എന്ന് മനസ്സിലായി. അപ്പം എന്തെഴുതണം? എന്താണ് അവിടുത്തെ സബ്ജക്റ്റ് വരുന്നത്? ഇവിടുത്തെ സബ്ജക്റ്റ് ദേ ആണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് മൂവിയാണ്. അപ്പൊ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി എ മൂവി. മൂവി എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? മൂവി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ ഈസ് കൊടുത്തു, ബിക്കോസ് അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ. ഇവിടെ നമ്മുടെ മുകളിലുള്ള സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഈസ് കൊടുത്തു. ദെൻ വാച്ചിങ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ബീയിങ് ചേർക്കണം. ഈസ് ബീയിങ് എന്നായി. ദെൻ V3 ഫോം ആണ് വാച്ച്ഡ് ബൈ ദേ എന്നുള്ളത് ദം ആയിട്ട് മാറി. ഓക്കെ, ഞാൻ അടുത്ത സ്ലൈഡുകളിലായിട്ട് കൃത്യമായിട്ടുള്ള കൺവേർഷൻ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഹി മേക്സ് ടീ എന്നുള്ളത് ടീ ഈസ് മെയ്ഡ് ബൈ ഹിം എന്നായി. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റില് ഷീ ഏറ്റ് ദ കേക്ക് എന്നുള്ളത് ദ കേക്ക് വാസ് ഈറ്റൺ ബൈ ഹെർ എന്നായി. പ്രസന്റ് കണ്ടിന്യൂസിൽ ദേ ആർ റൈറ്റിംഗ് നോട്ട്സ് എന്നുള്ളത് നോട്ട്സ് ആർ ബീയിങ് റിട്ടൺ ബൈ ദം എന്നായി. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഹി വാസ് ക്ലീനിങ് ദ റൂം എന്നുള്ളത് ദ റൂം വാസ് ബീയിങ് ക്ലീൻഡ് ബൈ ഹിം എന്നായി. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റില് ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നുള്ളത് ദ വർക്ക് ഹാസ് ബീൻ, അവിടെ ഹാവ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ദ വർക്ക് ഹാസ് ബീൻ ഫിനിഷ്ഡ് ബൈ മീ. ഇവിടെ ഹാവ് ഉണ്ട്, ഐ കഴിഞ്ഞിട്ടുള്ള ശേഷമാണ് ഹാവ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഹാവിന്റെ ഏതെങ്കിലും രൂപങ്ങൾ വേണം. അപ്പം ദ വർക്ക് സിംഗുലർ ആണ്, സോ ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല, ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ബീൻ എന്തായാലും വേണം, നമ്മൾ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ബീൻ യൂസ് ചെയ്യണം. അപ്പം ബീൻ ഫിനിഷ്ഡ് V3 ഫോം ആയിട്ടുള്ള ഫിനിഷ്ഡ് ബൈ മീ എന്ന് ആവും. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് സെന്റൻസ് ആയിട്ടുള്ള ദേ ഹാഡ് കോൾഡ് ദ ഡോക്ടർ എന്നുള്ളതിന് ദ ഡോക്ടർ ഹാഡ് ബീൻ കോൾഡ് ബൈ ദം. ഓക്കെ, അപ്പടെ അതായത് ഹാഡ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഹാഡ് ബീൻ എന്ന് ചെയ്തത്. ഓക്കെ, അപ്പൊ ഹാവ് ആണുള്ളതെങ്കിൽ ഇപ്പുറം പ്ലൂരലും സിംഗുലറും നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഹാർഡിന് അങ്ങനെ സിംഗുലർ പ്ലൂരൽ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഐ ഒക്കെയാണ് വന്നിട്ടുള്ള, ഐ എന്ന് മീ എന്നുള്ളതാണ് വന്നിട്ടുള്ളതെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മീ വന്നു, അതിനെയാണ് നമ്മൾ പാസീവ് വോയിസിലേക്ക് ആക്കേണ്ടതെങ്കിൽ അപ്പോൾ ഐ എന്നുള്ളതിന്റെ കൂടുതൽ നമ്മൾ ഹാവ് ആണ് ചേർക്കുക, ഒരിക്കലും ഹാസ് ചേർക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഈ ഒരു കാര്യം ഇത്തരത്തിലുള്ള, അതായത് ഡയറക്റ്റ് സ്പീച്ച് അതുപോലെ ആക്റ്റീവ് പാസീവ് വോയിസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ദേ ഹാഡ് കോൾഡ് ദ ഡോക്ടർ എന്നുള്ളതിന് ദ ഡോക്ടർ ഹാഡ് ബീൻ കോൾഡ് ബൈ ദം എന്നാവും. ഓക്കെ, അതുപോലെ തന്നെ ഫ്യൂച്ചർ, അതായത് സിമ്പിൾ ഫ്യൂച്ചറിൽ ഷീ വിൽ ബൈ എ ഡ്രസ് എന്നുള്ളത് ദ ഡ്രസ് വിൽ ബി, ഓക്കെ, വിൽ ബി ബോട്ട് ബൈ ഹെർ എന്നാവും. അത് അവിടെ കറക്റ്റ് ആയിട്ടും, അതായത് വില്ലുള്ളതുകൊണ്ട് അതിന്റെ കൂടുതൽ എപ്പോഴും വില്ലാണുള്ളത്, ഇതിന്റെ കൂടുതൽ ബി ചേർത്തിട്ടാണ് നമ്മൾ V3 ഫോം എഴുതുക പാസീവ് വോയിസ് എഴുതുന്ന സമയത്ത്. ഓക്കെ, ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ വി വിൽ ഹാവ് കംപ്ലീറ്റഡ് ദ ടാസ്ക് എന്നുള്ളത്, അവിടെ വില്ലും ഹാവും ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറഞ്ഞു ഹാവ് വന്നു കഴിഞ്ഞാൽ ബീൻ എന്തായാലും വേണം എന്നുള്ളത്. ഓക്കെ, അപ്പം വിൽ ഹാവ് വിൽ എന്തായാലും വരില്ലോ. അപ്പം വിൽ ഹാവ് എന്നാൽ ഹാവിന് ശേഷം എന്തായാലും ബീൻ വേണം പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ. ശ്രദ്ധിക്കുക, ഡയറക്റ്റും ഇൻഡയറക്റ്റും അല്ല നമ്മൾ പറയുന്നത്, പാസീവും ആക്റ്റീവുമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ വിൽ ഹാവ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ ഒരു ബീൻ എന്തായാലും ഉണ്ടാകണം when we are writing a passive sentence. ഓക്കെ, നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു കൺവേർഷൻ, സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ പറയാം.
പ്രസന്റിൽ എന്ത് ചെയ്യണം, ഈസ് പ്രസന്റ് ആയിട്ടുള്ള മേക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഈസ് മെയ്ഡ് എന്നാക്കണം, V3 ഫോമിലേക്ക് മാറ്റുന്നു. ഇനി പാസ്റ്റിലുള്ള 8 ആണെങ്കിൽ, പാസ്റ്റിലുള്ള ഒരു വേർഡ് ആണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ വാസ് ചേർത്തിട്ട് V3 ഫോം എഴുതണം. പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ വാസ് ചേർത്തിട്ട് V3 ഫോം എഴുതണം. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ബീയിങ് ചേർത്തിട്ട് V3 ഫോം എഴുതണം. ഈസ് ബീയിങ് ചേർത്ത്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ബീയിങ് ചേർത്തിട്ട് V3 ഫോം എഴുതണം. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാസ് ബീയിങ് ചേർത്തിട്ട് V3 ഫോം എഴുതണം. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസ് ബീയിങ് ചേർത്തിട്ട് V3 ഫോം എഴുതണം. ഓക്കെ, ഇതെല്ലാം ആക്റ്റീവ് വോയിസിന്റെ കൺവേർഷൻ ആണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എപ്പോഴെങ്കിലും പെട്ടെന്ന് പരീക്ഷയ്ക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് ഫ്യൂച്ചറിലുള്ള ഏതാണെങ്കിലും വിൽ ബൈ എന്നുള്ളത്, അല്ലെങ്കിൽ വില്ല് വരുന്നത്, ഫ്യൂച്ചറിൽ വില്ലാണല്ലോ വരിക, അപ്പം അതിന്റെ കൂട്ടത്തിൽ വിൽ ബി ചേർക്കുക. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വിൽ ഹാവ് ഉണ്ടാവുമെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം, വിൽ ഹാവ് ബീൻ V3 ഫോം ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് റോങ് ആൻഡ് റൈറ്റ് സെന്റൻസ് നോക്കാം. അതിനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. ദ പോയം റോഡ് ബൈ ഹിം എന്നുള്ളത് ഒരു പാസീവ് സെന്റൻസ് ആണോ? തീർച്ചയായിട്ടും അല്ല. പാസീവ് സെന്റൻസിൽ എപ്പോഴും എങ്ങനെ വേണം, V3 ഫോം ആണ് വേണ്ടത് അല്ലെ. പാസീവ് സെന്റൻസിൽ V3 ഫോം വേണം. തീർച്ചയായിട്ടും റിട്ടൺ എന്നുള്ളത് വേണം. അതുപോലെ തന്നെ ആ റിട്ടണിന് മുമ്പിൽ തീർച്ചയായിട്ടും ഒരു ബി ഫോം വേണം. അത് ഇവിടെ ഇത് പോയം വാസ് റോട്ട് എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ വാസ് ആണ് ചേർക്കുന്നത്. അപ്പം ദ പോയം വാസ് റിട്ടൺ ബൈ ഹിം. ഓക്കെ, അങ്ങനെയാണ് വരിക. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദ ബോയ് ഈസ് പ്ലേ ഫുട്ബോൾ എന്നുള്ളതാണ്. അവിടെ ബോയ് ഈസ് പ്ലേ ഫുട്ബോൾ, അവിടെ ഈസ് എന്ന് പറയുന്നതുണ്ട്, പ്ലേ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അവിടെ ബോയ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ എന്നാണ് വേണ്ടത്. കുട്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണ്ടത്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അവിടെ ബീയിങ് വേണം. ഓക്കെ, അപ്പൊ എന്ത് വരും, ദ ഫുട്ബോൾ ഈസ് ബീയിങ്, പിന്നെ V3 ഫോം ആണ്, പ്ലേഡ് ബൈ ദ ബോയ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടില്ല. അപ്പം ദ ബോയ് ഈസ് പ്ലേ ഫുട്ബോൾ എന്ന് പറയുന്നത് തെറ്റുണ്ട്. ദ ബോയ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ എന്നാണെങ്കിൽ ഓക്കെ. ഓക്കെ, പ്ലേ ഫുട്ബോൾ എന്നുള്ളത് ഇംഗ്ലീഷിലെ കറക്റ്റ് ആയിട്ടുള്ളൊരു സെന്റൻസ് അല്ല. സോ ദ ബോയ് ഈസ് പ്ലേയിങ് ഫുട്ബോൾ എന്നുള്ളതായിരിക്കും കറക്റ്റ് ആയിട്ട് അവിടെ വരിക. അത് തന്നെ നമ്മൾ കറക്റ്റ് ആക്കി നമ്മൾ പാസീവ് വോയിസിലേക്ക് ചെയ്യുമ്പോൾ അവിടെ ബീയിങ് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് ദ കാർ വാഷ്ഡ് യെസ്റ്റർഡേ. അവിടെ നമ്മൾ നോക്കൂ, ആ ഒരു സെന്റൻസിൽ നമ്മൾ എപ്പോഴും പറയുന്നു പാസീവ് വോയിസിന്റെ ഇടയിൽ ബി ഫോം എന്തെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ബീയിങ് ഉപയോഗിക്കുന്നത്, ബീൻ ഉപയോഗിക്കുന്നതൊക്കെ ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് ഇല്ല, ഇതില് ഈ ഒരു സെന്റൻസിൽ, പാസീവിന്റെ ഒരു സെന്റൻസിൽ ബി ഫോം ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം, ദ കാർ വാസ് വാഷ്ഡ് യെസ്റ്റർഡേ എന്ന് ആക്കണം. ദ കാർ വാസ് വാഷ്ഡ് യെസ്റ്റർഡേ. അവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈ ഒന്നും ഇല്ല അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ഓപ്ഷണൽ ആയിട്ടാണ് ബൈ എന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത തവണ നോക്കിക്കോളൂ, ദ സ്റ്റോറി ഈസ് ബീയിങ് ടെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ എന്താണ് തെറ്റ്, ടെൽ എന്ന് പറയുന്നത് V1 ഫോം ആണ്. നമുക്ക് പാസീവ് വോയിസിൽ എപ്പോഴും V3 ഫോം ആണ് ഉപയോഗിക്കുക. അത് ടെല്ലിന്റെ V3 ഫോം ടോൾഡ് ആണ്. ദ സ്റ്റോറി ഈസ് ബീയിങ് ടോൾഡ് എന്നാണ് വേണ്ടത്. ഓക്കെ, ദ ഫുഡ് വിൽ എയ്റ്റ് എന്നാണുള്ളത്. പക്ഷെ നമ്മുടെ ഇതിൽ V3 ഫോം ആണ് വേണ്ടത്, 8 അല്ല. ഈറ്റിന്റെ V3 ഫോം ഈറ്റൺ ആണ്. സോ ദ ഫുഡ് വിൽ ബി ഈറ്റൺ എന്നാവും. ഇനി നമ്മൾ എപ്പോഴൊക്കെയാണ് പാസീവ് വോയിസ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ചെയ്യുന്ന ആള് നമുക്ക് അൺനോൺ ആയിട്ടുള്ള സമയത്ത്, നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുന്ന ആൾ നമുക്ക് അൺനോൺ ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് പാസീവ് വോയിസ് ഉപയോഗിക്കും. ദ ഡോർ വാസ് ലെഫ്റ്റ് ഓപ്പൺ. എന്താണ്, വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അതായത് ആര് തുറന്നു എന്നുള്ളതോ എന്ന് നമുക്ക് അവിടെ അറിയില്ല. അവിടെ ആ ചെയ്ത ആളെ, ഓപ്പൺ ചെയ്ത ആളെ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ ആ സമയത്ത് പാസീവ് വോയിസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു ഫോക്കസ് ഓൺ ആക്ഷൻ, ഒരു പെർട്ടിക്കുലർ ആക്ഷന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു ഫോർമൽ ടോൺ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കും. ഓക്കെ, ഇത്രയുമാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായെന്നും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ഒരു ചാനലിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.